കോൺഷ്യസ്നസ് ഈസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. അതായത് ബോധത്തില് ഉള്ളതല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. നമ്മുടെ മനസ്സിന്റെ രണ്ട് തലങ്ങളാണ് കോൺഷ്യസും സബ് കോൺഷ്യസും. സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും ഒരു കാര്യം ഇംപ്രിന്റ് ചെയ്ത് അത് എക്സ്പ്രസ് ചെയ്യുമെന്ന് ഇതിനോടകം പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ എങ്ങനെ ഇംപ്രിന്റ് ചെയ്യും? പലർക്കും ഉള്ള ഡൗട്ടാണത്. എങ്ങനെ എനിക്ക് പണക്കാരനാവാം, എങ്ങനെ ഞാൻ ആഗ്രഹിച്ച സ്വപ്ന ജോലി സ്വന്തമാക്കാം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ആ പെണ്ണിനെ എനിക്ക് സ്വന്തമാക്കാം, അല്ലെങ്കിൽ ആ പയ്യനെ എനിക്ക് സ്വന്തമാക്കാം. ഇങ്ങനെ ആളുകൾ പല ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, എനിക്ക് ഇങ്ങനെ ലവ് അഫെയർ ഉണ്ട്, മാനിഫെസ്റ്റേഷനിലൂടെ എനിക്ക് അയാളെ നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു സംഭവമുണ്ട്. നമ്മൾ ഒരുപാട് സംഭവങ്ങൾ എഴുതി ഉണ്ടാക്കി അതിനനുസരിച്ച് വിഷൻ ബോർഡ് ഉണ്ടാക്കി മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഈസിയാണല്ലേ. കാരണം നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്കിങ്ങനെ അലാവുദ്ദീനും അത്ഭുത വിളക്കും പോലെ ലഭിക്കുന്നു. ചിലതൊക്കെ കിട്ടും, ചിലതൊക്കെ കിട്ടുന്നില്ല, കഴിഞ്ഞു. പക്ഷെ ഇതിലല്ല കാര്യമുള്ളത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിതൊന്നും അറിയാത്ത സമയത്തും നമ്മളെ ലൈഫിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ അറിയാതെ കുട്ടിയായിരിക്കുമ്പം നമ്മൾ ആഗ്രഹിച്ച ടോയ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. ചെറിയ കളർ പെൻസിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ, അത്തിയായി ആഗ്രഹിക്കുന്നുണ്ടോ, അപ്പൊ ആരെങ്കിലും നമുക്കത് വാങ്ങിച്ചു തന്നിട്ടുണ്ടാവും. അതുപോലെ ചോക്ലേറ്റ്, ഇതെല്ലാം നമുക്ക് പിന്നീട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വൈകും എങ്കിലും നമ്മളത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ആരെങ്കിലും മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? യെസ്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് പ്രത്യേക ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാനസിക തലത്തിലുള്ള മാറ്റമാണ്. നമ്മുടെ മാനസിക തലത്തിൽ നമ്മൾ പോലും അറിയാതിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് ഇല്ലായ്മകളുണ്ട്, ഒരുപാട് പരാതികളുണ്ട്. ഇതെല്ലാം പതിയെ നമ്മൾ കുറയ്ക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലോട്ട് വരും. സോ സിമ്പിൾ. കുഞ്ഞായിരിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് കിട്ടി? കുഞ്ഞുങ്ങളുടെ മനസ്സിൽ യാതൊന്നും നിൽക്കില്ല, അവർ നിഷ്കളങ്കരായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് അതവർക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ മുതിർന്ന ആളുകളാവുമ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരുള്ള പക, വിദ്വേഷം, വെറുപ്പ്, പരാതി ഇനിയിപ്പോൾ അതൊന്നുമില്ല, ഫുൾ ടൈം പരാതി. ഇതൊക്കെ തന്നെ ബ്ലോക്കുകൾ സൃഷ്ടിക്കും. അപ്പോൾ ഈ ബ്ലോക്കുകൾ പതിയെ മാറ്റിയാൽ മാത്രമാണ് നമുക്ക് മാറ്റം വരുന്നത്. പക്ഷേ ചിലതൊക്കെ ചില സമയം എടുക്കും. കാരണം ഒരു വിത്തിട്ടാൽ മുളയ്ക്കാൻ ടൈം എടുക്കും അല്ലേ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സമയം കൊടുക്കണം, നല്ല വെള്ളം കൊടുക്കണം, സൂര്യപ്രകാശം വേണം. ഇടയ്ക്കിടയ്ക്ക് അത് കിളച്ച് നോക്കിയാൽ അത് വളരില്ല. സെയിം ടൈം അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ ഒരുക്കുമ്പോൾ മാത്രമാണ് മാറ്റം വരുന്നത്. അതായത് ക്ലീനായ ഒരു പുരയിടത്തിൽ നല്ല വിത്തിട്ട് വിതച്ച പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും. മാനിഫെസ്റ്റേഷനെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയണോ? താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.